ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് ചേരുവകൾ വെച്ചിട്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ഈ വെക്കേഷൻ ടൈമിലൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ അത്യാവശ്യം വലിയൊരു ക്യാരറ്റാണ് എടുത്തേക്കുന്നത്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോൾ ഒരു 1.5 കപ്പ് അളവിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആ ക്യാരറ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ക്യാരറ്റിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ തേങ്ങയുടെയും ക്യാരറ്റിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇത് നെയ്യിൽ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് അളവിൽ പാലൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഈ പാലിൽ ഈ ക്യാരറ്റും തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് പാലൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ക്യാരറ്റും തേങ്ങയും എല്ലാം പാലിൽ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് വറ്റാനുണ്ട്. അപ്പോൾ നമ്മൾ നെയ്യിൽ വഴറ്റിയെടുത്തതിൻ്റെയും പാലിൽ ക്യാരറ്റും തേങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നതിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ പാലൊക്കെ നല്ലപോലെ വറ്റി നമ്മൾ ക്യാരറ്റും തേങ്ങയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നതിനനുസരിച്ച് ഇതൊന്നുകൂടി ഒന്ന് ലൂസായി വരും കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ പഞ്ചസാര മെൽറ്റായതൊക്കെ ആ ക്യാരറ്റിലും തേങ്ങയിലൊക്കെ പിടിച്ച് നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം.
ഇനി നമ്മുടെ കയ്യിലുള്ള നട്ട്സ് ഏതാണെന്ന് വെച്ചാൽ അതുകൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബദാമാണ് ചേർത്ത് കൊടുത്തത്. നമ്മുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിവിടെ ഒരു പേടയുടെ ഷേപ്പിലാണ് കേട്ടോ എടുത്ത് വയ്ക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്